എറണാകുളത്ത് സൗത്തിലാണ് അപകടം. കാറ് നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത്. കാറ് ഡ്രിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു കട മൊത്തം പോയി കിട്ടിയെന്ന് തോന്നുന്നു. 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. കാർ അമിത വേഗതയിലായിരുന്നു. ഇതെന്ത് പോക്കാണ് പോയത്? കാറ് പോയി നേരെ അതേപടി ഇരിക്കുന്നു. നോക്കി ഗ്യാരേജിൽ കൊണ്ട് കാറെടുത്ത് ക്രെയിൻ എടുത്ത് വെച്ചതുപോലെയാണ് വണ്ടിയുടെ ഇരിപ്പ്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരാം. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടി വന്നത്. വണ്ടി ഒരു ഭയങ്കര സ്പീഡിൽ തന്നെ അവിടുന്ന് വന്നത്. സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നാണ് വന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 100-ന് മേലെ തന്നെ സ്പീഡ് തന്നെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കി. മൊത്തവും 4 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കൺട്രോൾ ഇല്ലാതെ നേരെ ഇടിച്ച് കയറിയായിരുന്നു സൈഡ് വഴി. ആ ഒരു ഇടിയുടെ ഘാതം കൊണ്ട് ഫ്രണ്ടിലിരുന്ന ഡ്രൈവറിന് നെഞ്ചിൽ എന്തോ പ്രശ്നം പറ്റി. പുറത്തേക്ക് എടുക്കുമ്പോൾ ബ്ലഡ് വന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു. അലി അക്ബർ ഷായുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, ഇത് വല്ലാത്തൊരു ഫ്രെയിമായി പോയല്ലോ. ഇതെന്ത് ജെയിംസ് ബോണ്ടിന്റെ സിനിമയുടെ ഷൂട്ടിങ്ങാ? ഇതെങ്ങനെ ഇത്ര വിദഗ്ധമായിട്ട് ഇതിനുള്ളിൽ എത്തിച്ച്? അരുൺകുമാർ, അത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. നമ്മളിവിടെ ഒരു അപകടം ഉണ്ടായി എന്ന് കേട്ട് വന്നപ്പോൾ, ഈ ദൃശ്യം കണ്ടപ്പോൾ നമ്മളും ആദ്യം ചോദിച്ച ചോദ്യം അതാണ്. കാരണം ഇതൊരു വാഹനം നേരെ വന്ന് ഇടിച്ച് കയറിയിരിക്കുകയല്ല. ഇവിടെ നിന്ന് ആളുകളൊക്കെ ചോദിക്കുന്നതാണ്, ഇതെന്താണ് പാർക്ക് ചെയ്തതാണോ എന്നതാണ് ചോദ്യം. ഇതിന്റെ ദൃക്സാക്ഷി പറഞ്ഞ വിവരണം, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള വഴിയാണ്. ആ ഭാഗത്തു നിന്നുമാണ് ഈ വാഹനം അമിത വേഗതയിൽ ഇങ്ങോട്ട് വന്നത് എന്നതാണ് അവിടെ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ദൃക്സാക്ഷി പറഞ്ഞത്. അവിടെ നിന്ന് വാഹനത്തിന്റെ പോക്ക് കണ്ടപ്പോൾ ഇത് അപകടമാണെന്ന് അവർ പരസ്പരം സംസാരിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വാഹനം നേരെ വന്ന് ഇവിടെ നിന്നും ഇവിടേക്ക് വളയ്ക്കാനാണ് ഉദ്ദേശിച്ചത്, അതായത് കടവന്ത്ര ഭാഗത്തേക്ക് വളയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആ അതേ വേഗതയിൽ വന്ന് വളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കാർ ഡ്രിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടേക്ക് വന്ന് ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷി പറഞ്ഞത്. ഈ വാഹനം ആദ്യം ഇതൊരു ഹോട്ടലാണ്, പഴയൊരു ഹോട്ടലാണ്. ഈ കെട്ടിടം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. സൗത്ത് പാലത്തിന് താഴെയുള്ള ഒരു ഹോട്ടൽ മുറിയാണ്, പഴയ ഹോട്ടലിന്റെ മുറിയാണ്. ഇതിനകത്തേക്ക് ഇടിച്ച് കയറുന്നു. ഇതിന് ഇടിച്ച് കയറിയ ശേഷം ആ ആളുകൾ ഇവിടേക്ക് എത്തി രക്ഷിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഈ കാണുന്ന സ്ലാബ്, ഈ കെട്ടിടത്തിന്റെ മുകളിലെ സ്ലാബ് അതുകൂടി ഇടിഞ്ഞ് ഈ കാറിന് മുകളിലേക്ക് പതിക്കുകയും ചെയ്യുന്നത്. ദൃക്സാക്ഷി പറഞ്ഞതനുസരിച്ച് ഡ്രൈവർക്കാണ് ആ സമയത്ത് തന്നെ നല്ല രീതിയിൽ പരിക്കുണ്ടായിരുന്നു. അദ്ദേഹം ബ്ലഡ് വരുന്നുണ്ടായിരുന്നെന്ന് അദ്ദേഹം പറയുന്നു, നമ്മൾ കേട്ടു. ഇതിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെ ആ സമയത്ത് തന്നെ ഈ പ്രദേശത്തു നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരുന്ന ഓട്ടോറിക്ഷകൾ നിരന്തരം കടന്നു പോകുന്ന വഴിയാണ്. ഓട്ടോ ഡ്രൈവർമാരാണ് അവരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഡ്രൈവർക്ക് മാത്രമാണ് ഒരു ചെറിയ രീതിയിൽ പരുക്ക്, ചെറിയ രീതിയിൽ എന്ന് പറയാൻ കഴിയില്ല, പരുക്കേറ്റത്. കാരണം വാഹനം ഈ രീതിയിൽ ഡ്രിഫ്റ്റായി ഇങ്ങനെ ഇടിച്ച് സൈഡിലേക്ക് കയറിയതുകൊണ്ട് ആ വശത്ത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന ആൾക്ക് പരിക്കേറ്റു. പുറകിലിരുന്ന ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളില്ല. കൈക്ക് ചെറിയൊരു പരിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും കണ്ടാൽ പേടിപ്പിക്കുന്ന ദൃശ്യമാണ്. കാരണം ഇതൊരു ചെറിയ അപകടമാണെന്ന് തോന്നുന്നില്ല. ഒരു പാലത്തിനടിയിലേക്ക് ഇടിച്ച് കടയുടെ ഷട്ടർ തകർത്ത് അകത്തേക്ക് കയറുന്നു. അതിനുശേഷം ഇതിന്റെ സ്ലാബ് ഇടിഞ്ഞ് ഈ കാറിന് മുകളിലേക്ക് വീഴുന്നു. മൊത്തത്തിൽ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭീകരാവസ്ഥയാണ്. ഈ ദൃക്സാക്ഷിയും അതുപോലെ നാട്ടുകാരും ഒക്കെ പറയുന്നത് ഇവിടെ നിരന്തരം അപകടമാണ്. മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ ഇതേ രീതിയിൽ വന്ന് ഇടിച്ച് ഇവിടേക്ക് കയറിയിട്ട് അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇത് അറിയിച്ചിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഒരു അപകട സൂചന പോലും ഇവിടെ നൽകുന്നില്ല എന്നുള്ള വലിയ പരാതിയും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും വല്ലാത്തൊരു കാഴ്ചയാണ്, പേടിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒരു കാർ പാർക്ക് ചെയ്തതുപോലെ ഇടിച്ചു കയറി പാലത്തിന്റെ അടിയിലെ കോൺക്രീറ്റ് പാളി ഉൾപ്പെടെ ഇടിഞ്ഞു വീണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇരുവശത്തേക്കും വാഹനങ്ങൾ നിരന്തരം പോകുന്ന വഴി കൂടിയാണ്. രാത്രി 12 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നതുമാണ് ദൃക്സാക്ഷികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അരുൺ, വല്ല കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഒരു മാന്യത വേണ്ടേ? ഇത് വല്ലതും കഴിച്ചിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ വല്ലതും കയറിയതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കുമോ? അമിത വേഗതയിൽ വന്നു, വണ്ടി വന്നിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, വണ്ടി നേരെ ഇടിച്ചു പോയി പാർക്ക് ചെയ്യുന്ന പോലെ നിൽക്കുന്നു, മുകളിൽ നിന്ന് സാധനം ഇടിഞ്ഞു വീണ് താഴെ വീഴുന്നു. ഒന്ന് ആലോചിച്ചു.